ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുക എല്ലാ പ്രാവശ്യവും ആംപ്ലിഫയർ എന്നാണെന്ന്. അപ്പോൾ വ്യത്യാസമുണ്ട്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാസിൻ്റെ പൊട്ടൻഷ്യോമീറ്ററൊക്കെ ഒടിഞ്ഞു പോയി ഗൈസ്. നമുക്ക് വേറെ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ആംപ്ലിഫയർ എന്നാൽ മാറ്റി നമ്മളെല്ലാം സ്ലീവ് ഇട്ട് സെറ്റ് ചെയ്ത് തുടങ്ങി. നമ്മളെല്ലാം ഊരി വെച്ചേക്കാണ്. അപ്പോൾ വോളിയം കൺട്രോൾ കൊടുത്തിട്ടുള്ളൂ. നമ്മളെല്ലാം സ്ലീവാക്കി. നേരത്തെ ഇതുപോലത്തെ ടേപ്പായിരുന്നു. ഇപ്പോൾ എല്ലാം സ്ലീവാക്കി. നമ്മൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഴയതാണ്. എല്ലാം സ്ലീവാക്കി. ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് ഇട്ടു ഗൈസ്. പിന്നെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രബിളിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ ഉണ്ടായിരുന്നത്. ബാസിൻ്റെ ഇതായിരുന്നു. നമ്മളിത് മാറ്റിയിട്ട് നമ്മുടെ ബെഞ്ച് പവർ സപ്ലൈയിൽ ഒരെണ്ണമുണ്ട്. അതെടുത്ത് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പോവാണ് ഗൈസ്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ള് സീറോ ലെവലാക്കിയിട്ട് നമുക്ക് വാഷറിട്ട് ബോൾട്ട് ഇടാം. ഗൈസ്, വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞില്ല ഒരു ഗീവ് അവേ, അത് നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗീവ് അവേ വെക്കുന്നതാണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതെന്നുള്ളൂ. ഒന്ന് ടൈറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ടൈറ്റ് ചെയ്തൊക്കെ സീറോ ആക്കിയിട്ടുണ്ട്. നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് വയ്ക്കാം. കറക്റ്റ് സീറോയിലോട്ട് ആക്കിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഞെക്കി വെച്ചാൽ മതി. കറക്റ്റ് സീറോ ആക്കുക. എന്നിട്ട് ഗൈസ് ഞാൻ ഞെക്കി വെച്ചാൽ മതി നമുക്ക്. ഗൈസ് അത് ശരിയായി. പൊട്ടൻഷ്യോമീറ്റർ സെറ്റായി. ഇവിടെ എന്തോ തടയാറുണ്ട് ഗൈസ്. ചെറിയൊന്ന് നീങ്ങിപ്പോയി ഗൈസ്. സെറ്റായി തോന്നുന്നു ഗൈസ്. നമുക്ക് 6-ലാണ് ഇടേണ്ടത്. ഇത് വോളിയം കൺട്രോളാണ് സെറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പോലെ. ഇനി ഇവിടെ നേരത്തെ ഈ സാധനമായിരുന്നു. ഇനി ഇത് മാറ്റിയിട്ട് പുതിയ പൊട്ടൻഷ്യോമീറ്റർ ആഡ് ചെയ്യും. പിന്നെ ഗൈസ്, സ്വാഭാവികമായിട്ട് എപ്പോഴോ എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്നൊരു ഗ്രീൻ കളർ ഒരു LED ഉണ്ടായിരുന്നു. അത് ഒടിഞ്ഞു പോയി. ഇനി വേറെ കയറ്റണം. അത് വാങ്ങിക്കണം. LED ഇല്ല. LED-യും റെസിസ്റ്ററും വാങ്ങിക്കണം. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളൊരു ഹീറ്റ് സിങ്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സബിൻ്റെ ഫിൽട്ടറൈസ് ചെയ്യണത്. അപ്പം അതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇതെന്ന്. പിന്നെ ഗൈസ്, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു മെറ്റലിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു തെർമൽ പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അടിയിലും മേളിലൊക്കെ. കാരണം ഹീറ്റ് പോയത് നല്ലോണം ചൂടാവും കുറച്ച് കഴിയുമ്പോൾ. അതൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ വയറ് മാറ്റി ഇത് വേറെ ഇട്ടു. ഇവിടെ വേറെ വയറ് അതിൻ്റെ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിലോട്ട് ഉള്ള ഈ IC ആണ് 5 വോൾട്ട് വരുന്നത്. അതിൽ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് കൊടുക്കണത്. നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. വലുതായിട്ടും നമ്മൾ അപ്ഗ്രേഡിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും നമ്മൾ ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ കയറ്റുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് മാറ്റി കാർഡ്ബോർഡ് മാറ്റിയിട്ട് നമുക്കൊരു മെറ്റൽ ക്യാബിനറ്റ് കയറ്റണം. നമ്മളിത് ഇത് വെച്ചു. നമുക്കിനി ഇവിടെ എല്ലാം ഒതുക്കി വെക്കണം. അതൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ട്രബിള് ഗൈസ്, ഇതാണ് നമ്മൾ ട്രബിള്. നമുക്ക് ട്രബിള് കൊടുക്കുക. ഇതിവിടെ ഉണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ട്രബിൾ കൊടുക്കുക. ഇനി ബാസാണ് ഗൈസ്. ഇനി ബാസ് നമുക്ക് സെറ്റ് ചെയ്യണം. ചെയ്യാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ സബ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ പുതിയ വോളിയം കൺട്രോളർ ആഡ് ചെയ്തു ഗൈസ്. നമുക്ക് പാട്ടൊന്ന് വെച്ച് നോക്കാം. ഗൈസ്, വോളിയം ഇട്ടു. നമുക്കിനി സബ് ഇടാം.
ഗൈസ് ഇത്രയുള്ള വീഡിയോ നമ്മൾ പുതിയ സബ് ആഡ് ചെയ്ത് കാണിച്ചാണ് ഗൈസ്. നല്ല ഇടിയാണ് ഗൈസ്. ഈ ബോർഡ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. വെറും നമുക്ക് 300 രൂപയുടെ അല്ല 400 രൂപയുടെ താഴെ നമുക്ക് ഈ ബോർഡ് കിട്ടി ആംബിക്കുന്നതാണ് ഉപയോഗിക്കുക. എത്ര ഇടി കിട്ടും. ഞാനത് മറ്റേ സീനിയർ സൗണ്ടിൻ്റെ സബ് ഓഫറാണ് ഉപയോഗിച്ചേക്കണം. നല്ല ഇടിയാണ് ഗൈസ്. കാർഡ്ബോർഡിൽ വെച്ചിട്ട് വരെ എയർ കിട്ടും ഗൈസ്. നിങ്ങൾ വാങ്ങിച്ചുറപ്പായിട്ട് ഉപയോഗിക്കുക ഗൈസ്. നമ്മൾ വയറിങ്ങൊക്കെ മാറ്റി സ്ലീവൊക്കെ ഇട്ടിട്ടുണ്ട്. പഴയ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അറിയാം. സ്ലീവൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കാണ് നമ്മൾ. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെ പുതിയ വോളിയം കൺട്രോളർ ആഡ് ചെയ്തു. പഴയത് പോയി. അപ്പോൾ ഇത് കയറ്റാമെന്ന് വിചാരിച്ചു. അതിൻ്റെ നോബും ചെറുതായിരുന്നു. ഇതായിരുന്നു പഴയതിൻ്റെ നോബ്. ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കയറ്റി. ലൈറ്റ് പോയി ഗൈസ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.